ഹലോ, ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഉറപ്പായിട്ടും ഈ ഒരു ഫേസ് പാക്ക് നിങ്ങൾ ട്രൈ ചെയ്യാനാണെങ്കിൽ ഒരു അടിപൊളി റിസൾട്ടാണ് കേട്ടോ. ഇൻസ്റ്റൻ്റ് ആയിട്ട് കിട്ടുന്ന റിസൾട്ട് കണ്ടാൽ തന്നെ നിങ്ങൾ ഈ ഒരു ഫേസ് പാക്ക് ഡെയിലി ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കും. ആദ്യം നമുക്ക് വേണ്ടത് ഇതുപോലെ ഒരു ഉരുളൻകിഴങ്ങ് പുഴുങ്ങിയെടുക്കണം കേട്ടോ. ഞാനിതിപ്പോൾ പുഴുങ്ങിയെടുത്തതാണ്, അതുകൊണ്ട് തന്നെ ഇതിൻ്റെ തൊലി നമുക്കിത് പെട്ടെന്ന് തന്നെ പറിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. പുഴുങ്ങിയെടുത്ത ഉരുളക്കിഴങ്ങ് തന്നെ വേണം, അതിലാണ് അടിപൊളി റിസൾട്ട് കിട്ടുന്നത്. അപ്പോൾ ഇത്രയൊന്നും വേണ്ട ആവശ്യമില്ല കേട്ടോ, ഒരു ചെറിയ കഷ്ണം പുഴുങ്ങിയാൽ മതി. അതിന് ശേഷം നമ്മളിതിൻ്റെ തൊലി അങ്ങ് മാറ്റിയെടുത്തതിന് ശേഷം ഈ ഉരുളക്കിഴങ്ങ് ഒന്ന് മാഷ് ചെയ്തെടുത്താൽ മതി. മാഷ് ചെയ്തെടുക്കുക എന്ന് പറഞ്ഞാൽ നല്ലോണം മാഷ് ചെയ്തെടുക്കണം, ഒട്ടും തന്നെ അതിൻ്റെ കട്ട ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ നന്നായിട്ട് ഒരു മാഷ് ചെയ്യുമ്പോൾ എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിത് ഇതുപോലുള്ളൊരു സ്ക്രാപ്പറിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. ഇങ്ങനെ ഗ്രേറ്റ് ചെയ്തെടുക്കുന്നതിനുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ ഒട്ടും തന്നെ കട്ട ഇല്ലാണ്ട് നമുക്ക് നല്ല സോഫ്റ്റായിട്ട് കിട്ടും. അതിന് നല്ല വണ്ണം തന്നെ ഒന്ന് പുഴുങ്ങിയെടുത്താൽ തന്നെ ജസ്റ്റ് നമ്മുടെ ഫോർക്ക് ഉപയോഗിച്ച് മാഷ് ചെയ്യുന്ന സമയത്ത് അത് മാഷായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഞാനിതാ എടുത്ത കംപ്ലീറ്റ് ഉരുളക്കിഴങ്ങ് ഞാൻ എടുത്തിട്ടില്ല, അതിൻ്റെ പകുതി മാത്രമാണ് എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇതുപോലെ കിട്ടും കേട്ടോ. അപ്പോൾ നമ്മളിതൊന്ന് പ്രസ് ചെയ്യുന്ന സമയത്ത് നല്ലോണം മാഷായിട്ട് തന്നെ ഇത് കിട്ടും. അപ്പോൾ ഇതുപോലെ എടുക്കണം നിങ്ങൾ. സ്പൂൺ വെച്ചിട്ട് എടുക്കുന്ന സമയത്ത് ഇത് കട്ട പോലെ ഉണ്ടാവരുത്, ഇതുപോലെ നല്ല സോഫ്റ്റായിട്ട് നമുക്ക് കിട്ടണം കേട്ടോ. അതിന് ശേഷം ഇതിലേക്ക് നമ്മൾ 1 ടേബിൾ സ്പൂണോ അല്ല 1 ടീസ്പൂണോളം അരിപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അരിപ്പൊടി പുട്ടിൻ്റെ അരിപ്പൊടിയല്ല, പത്തിരിയുടെ സോഫ്റ്റ് അരിപ്പൊടി എടുക്കണം. അതിലേക്ക് ഞാൻ കുറച്ച് പാലിൻ്റെ ഒരു അളവ് എന്ന് പറയുന്നത് നമുക്ക് ഈ ഒരു ഫേസ് പാക്കിൻ്റെ കൺസിസ്റ്റൻസി റെഡിയാക്കി എടുക്കേണ്ട രീതിക്ക് പാൽ വേണം. അതുകൊണ്ട് പാലിനൊരളവ് പറയാനില്ല. 1 ടേബിൾ സ്പൂൺ തൈരും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് പാലിൻ്റെ അളവ് എന്ന് പറയുന്നത് ഈ ഒരു ഫേസ് പാക്ക് നമ്മുടെ ഫേസിലേക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് സ്റ്റിക്കായി നിൽക്കുന്ന രൂപത്തിനുള്ള കൺസിസ്റ്റൻസി കിട്ടുന്ന അത്രയും പാൽ നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കും കേട്ടോ. അപ്പോൾ ഈ ഫേസ് പാക്ക് നമുക്ക് ലൂസായി പോകാനും പാടില്ല, ഭയങ്കര ടൈറ്റായി പോകാനും പാടില്ല. നമ്മൾ ഈ ഉരുളക്കിഴങ്ങിൽ സ്റ്റാർച്ച് നന്നായിട്ടുള്ളത് കൊണ്ട് തന്നെ നമ്മളിത് മിക്സ് ചെയ്തെടുക്കുന്ന സമയത്ത് ഇത് കൂടുതൽ ടൈറ്റായിട്ട് വരിക ചെയ്യുക. അതുകൊണ്ടാണ് പാലിൻ്റെ അളവ് പറയുന്നില്ല എന്ന് പറഞ്ഞത്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി നോക്കുക. കൺസിസ്റ്റൻസി ടൈറ്റായി പോയിട്ടുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ എക്സ്ട്രാ കുറച്ചും കൂടിയും പാൽ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അല്ലെങ്കിൽ നമ്മൾ ഫസ്റ്റ് ഒഴിച്ചാൽ അതൊരു 4 ടേബിൾ സ്പൂൺ പാൽ തന്നെ മതിയാവും. ഇത് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇത് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ഇത് ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ ഒരു ഫേസ് പാക്ക് ശരിക്കും ഒരു അടിപൊളി റിസൾട്ടാണ് കേട്ടോ. നമ്മൾ ഇത് ഇട്ട് കഴുകിയാൽ എന്താ പറയുക, നമ്മളൊരു മേക്കപ്പ് ഇട്ടൊരു ഫീലാണ് ഉണ്ടാകുക, അത്രയും നല്ല അടിപൊളിയാണ്. അപ്പോൾ എല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ മുഖം ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കുക കേട്ടോ. മുഖം കഴുകി വൃത്തിയാക്കി എടുത്തതിന് ശേഷം ഇത് ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതിൽ മുന്നേ ചെറുനാരങ്ങ ഓപ്ഷണലാണ്, നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല. ഇത് ചിലർക്ക് ചെറുനാരങ്ങ ഫേസിൽ ആഡ് ചെയ്യുന്നത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്യാറുണ്ട്. പക്ഷേ ഒരു ഫേസ് പാക്കിൽ ഇതേപോലെ 1 ടീസ്പൂണെല്ലാം ആഡ് ചെയ്ത് മിക്സ് ചെയ്തിട്ട് തേക്കുന്നുണ്ട്, ഒരു കുഴപ്പമില്ല. ഡയറക്റ്റ് നമ്മൾ ഫേസിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കരുതെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇത് ഓപ്ഷണലാണ് കേട്ടോ, ലെമൺ ജ്യൂസ് ഓപ്ഷണലാണ്. ഉണ്ടെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യുന്നതാണ് കുറച്ചും കൂടി നല്ലത്. പിന്നെ ഇത് കുറച്ച് ടൈറ്റ് പോലെ തോന്നിയത് കൊണ്ട് ഞാൻ കുറച്ചും കൂടി പാൽ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമുക്കൊരു ടൈറ്റ് പോലെ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ചും കൂടി പാൽ ആഡ് ചെയ്ത് കൊടുക്കണം എന്നുള്ളത്. അപ്പോൾ ഇതാ നമ്മുടെ ഫേസ് പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഇത് ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഫേസിലേക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്തെന്നാന്ന് വെച്ചാൽ, നമ്മളിത് എപ്പോഴും സർക്കുലാർ മോഷനിൽ വേണം ഇത് തേച്ച് പിടിപ്പിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് തേച്ച് പിടിപ്പിക്കുന്ന സമയത്ത് നിങ്ങൾ ഒരു 2 മിനിറ്റ് നിങ്ങളൊന്ന് മസാജ് ചെയ്തിട്ട് വേണം തേച്ച് പിടിപ്പിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇതുപോലെ നല്ല രീതിയിൽ ഫേസിൽ മുഴുവൻ അപ്ലൈ ചെയ്ത് കൊടുക്കുക. നല്ല രീതിയിൽ ഫേസിൽ മുഴുവൻ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം അറ്റ്ലീസ്റ്റ് ഒരു 25 മിനിറ്റെങ്കിലും നിങ്ങളിത് ഫേസിൽ വെക്കണം. 25 മിനിറ്റിന് ശേഷം സാധാരണ വെള്ളത്തിൽ കഴുകിക്കളയാനാണെങ്കിൽ ഒരു ഞെട്ടിക്കുന്ന റിസൾട്ട് കിട്ടുന്ന ഒരു കിടിലൻ ഫേസ് പാക്കാണ്. എല്ലാവരും ട്രൈ ചെയ്യുക.